ഇടതുമാറി വലതുമാറി നടുക്കുകുത്തി. ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. പ്രവചനാതീതമാണ് ഈ മണ്ഡലം. ഒരിക്കൽ കോൺഗ്രസിനോടൊപ്പമായിരുന്നു, പിന്നീട് LDFിലേക്കായി. ഇപ്പോൾ LDFിലാണ് വട്ടിയൂർക്കാവ് നിൽക്കുന്നത്. ഇനി ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും എന്നത് വലിയൊരു ചോദ്യമാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു സ്റ്റാർ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. LDFിന് വേണ്ടി VK പ്രശാന്ത്, അതുപോലെ തന്നെ UDFിന് വേണ്ടി K മുരളീധരൻ, BJPക്ക് വേണ്ടി R ശ്രീലേഖ. അതുകൊണ്ട് തന്നെ മത്സരം കടുക്കും, പ്രവചനാതീതമാണ്. ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നതും വലിയൊരു ചോദ്യമാണ്. അങ്ങനെ ചോദ്യം വരാൻ കാരണമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കുറെ വർഷം UDFിനൊപ്പം നിന്ന ഈ വട്ടിയൂർക്കാവ് മണ്ഡലം പെട്ടെന്നായിരുന്നു LDFിലേക്ക് ചാടിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ BJPക്ക് വലിയൊരു മുന്നേറ്റം നേടാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വട്ടിയൂർക്കാവ് മണ്ഡലം പ്രവചനാതീതം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആർക്കൊപ്പം നിൽക്കും, എന്താണ് ജനങ്ങളുടെ ഒരു അഭിപ്രായം ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ കുറിച്ച്, ഇത്തവണ എന്തായാലും ആർക്കാണ് അവർ വോട്ട് കൊടുക്കാൻ പോകുന്നത്, ആരെയാണ് അവർ ജയിപ്പിച്ച് വട്ടിയൂർക്കാവ് നിന്നും നിയമസഭയിലേക്ക് വിടാൻ പോകുന്നത്, ആരെയാണ് എന്നതൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ വട്ടിയൂർക്കാവിൽ ഒരുപാട് വോട്ടർമാരുണ്ട്. അവരുടെ ഒരു അഭിപ്രായം നമുക്ക് ചോദിക്കാം. അവരാരെയാണ് ജയിപ്പിക്കാൻ പോകുന്നത്, അവർക്ക് ആരെ വേണം അവരെ ഭരിക്കാൻ എന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കണം. ഇനി അവരെ ഭരണം വന്നാലേ നിലനിൽപ്പുള്ളൂ. ഇവിടുത്തെ ഭരണം കൊള്ളില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ കേസ് എല്ലാം ഇപ്പൊ അവര് ബാധിക്കും. അത് വട്ടിയൂർക്കാവ് എന്നല്ല, സംസ്ഥാനം എല്ലായിടത്തും ബാധിക്കും. കോൺഗ്രസേ വരുള്ളൂ. 90 സീറ്റെങ്കിലും പിടിക്കും. അദ്ദേഹം ഇവിടെ ഇട്ടിട്ട് പോയി. അങ്ങനെയൊന്നും ഇട്ടിട്ട് പോയി. പ്രശാന്ത് പിന്നെ ഇട്ടിട്ട് കൂടെ വന്നതില്ല. പ്രശാന്ത് വേറെ ആയിരുന്നില്ല, വേറെ ഇട്ടിട്ട് ഇവിടെ വന്നു. അതൊന്നും കാര്യമില്ല. ജയിക്കും. കോൺഗ്രസ് ജയിക്കും. സംസ്ഥാനം മൊത്തം കോൺഗ്രസ് വരും. 80 സീറ്റെങ്കിലും പിടിച്ചിരിക്കും കോൺഗ്രസ്. അതിനകത്ത് ആര് വിജയിക്കുമെന്ന് ചോദിച്ചാൽ ജനങ്ങൾ തീരുമാനിക്കും ആര് ജയിക്കുമെന്ന്. ആരാണ് നല്ല ഭരണം നടത്തിയത് അവര് ജയിക്കും. എനിക്ക് അത് ഉള്ള അഭിപ്രായം. അല്ലാതെ ഇപ്പോഴത്തെ ഭരണത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഭരണം തന്നെ. അത് ഇനി എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയുള്ളത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് നല്ലതാണോ നന്മയാണോ ചെയ്തതെന്ന് തോന്നണമെങ്കിൽ ഈ ഭരണം മുന്നോട്ട് വരും, അല്ലെങ്കിൽ ഈ ഭരണം മാറും. അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഇവിടെ ഞങ്ങളുള്ളവര്, ഇവിടെ വഴിയിൽ കാണുന്നവരോ ഇന്ന ആള് ജയിക്കുമെന്ന് പറഞ്ഞാൽ അത് ആർക്കും പറയാൻ പറ്റും. നിങ്ങളാണ് വട്ടിയൂർക്കാവിലെ വോട്ടർമാർ, അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ തീരുമാനിച്ച കാര്യമാണ് പറഞ്ഞത്. ജനങ്ങളാണ് തീരുമാനിക്കണത് ആരാണ് ഇനി അടുത്തത് വരണമെന്ന്. അതേ ഞാനും പറയുള്ളൂ. അതാണ് ജനങ്ങളാണ് ഇവിടെ തീരുമാനിക്കാനുള്ളത്. പിന്നെ ആര് ജയിക്കും നമ്മുടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ? അവൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാരും പിന്നെ പാർട്ടിക്കാര് നല്ലതാണെങ്കിൽ ജയിച്ച് വരും. അല്ലെന്നുണ്ടെങ്കിൽ ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഭരണം മാറ്റം അവരിപ്പൊ നല്ലതായിട്ടില്ലേ, ഇപ്പൊ പൈസകൾ കൊടുക്കണമെന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കൊക്കെ ഇതേപോലെയുള്ള പെൻഷനുകൾ കിട്ടണല്ലേ ഉള്ളൂ. അപ്പൊ അത് കിട്ടണുണ്ട് ഇപ്പം മുറയ്ക്ക്. അപ്പൊ അവര് ജയിക്കിട്ട് ആവേശം നല്ല ആവശ്യമാണ്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം? എങ്ങനെയാണ്? സീറ്റെങ്കിലും ഞങ്ങൾ പിടിക്കും. ഇപ്പൊ പ്രചാരണമൊക്കെ ശക്തിയായിരിക്കുകയാണ്, പര്യടനമൊക്കെ ശക്തിയായിട്ട് മുന്നോട്ട് പോകും. അതെ അതെ. അപ്പൊ വളരെ ആവേശത്തിൽ തന്നെയാണ്. അതന്നെയാണ്. എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? നന്നായിട്ട് ജനങ്ങളിൽ നിന്ന് നല്ല റെസ്പോൺസ് ഉണ്ട്. പിന്നെ ഇന്നലെ നല്ല ജാഥ ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ ഇല്ലായിരുന്നോ? ആ, ഇന്നലെ കാച്ചാണി മുതൽ മരുതൻകുടി വരെ പ്രകടനം ഉണ്ടായിരുന്നു. സംശയം ഉണ്ടായിരുന്നു. ഒരു സംശയമില്ല. വട്ടിയൂർക്കാവ് മാത്രമല്ല, ഭരണോ UDF പിടിക്കും. 100 സിസ്റ്റം സീറ്റ് UDF പിടിച്ചു കഴിയും. ഇൻവേരി എവിടെയാണ്? ഡൽഹിയോ? ആശങ്കയുണ്ടോ എന്തെങ്കിലും? ഇപ്പോ K സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കള് അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള ആശങ്കയുണ്ടോ? ഒരു ആശങ്കയുമില്ല. എന്താശങ്കയാണുള്ളത്? ഈ ഒരു നിർണായക ഘട്ടത്തില് K സുധാകരൻ പോലുള്ള നേതാക്കൾ അവർ അതൃപ്തി പ്രകടിപ്പിക്കുന്നു. അപ്പോ പാർട്ടിക്കുള്ളിൽ ഒരു ആശങ്ക വരില്ലേ? ഇവിടെ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർക്കല്ല പ്രാധാന്യം. ഇവിടെ ഒറ്റ നിലപാടേ ഉള്ളൂ. ഒരു സർക്കാരിന് ബദലായിട്ട് ഇന്ത്യക്ക് മാതൃകയായി കേരളത്തിൽ നിന്ന് ഉജ്ജ്വല വിജയം നേടിക്കൊണ്ട് UDF സർക്കാർ അധികാരത്തിൽ വരണം എന്ന ഒറ്റ മാനദണ്ഡമേ ഇന്ന് ജനങ്ങളുടെ മനസ്സിലുള്ളൂ. അവിടെ ഏതെങ്കിലും ഒരു നേതാവിന്റെ അതൃപ്തിയോ ഇംഗിതമോ ഒന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം. പ്രശ്നമുണ്ടാക്കുന്ന നേതാക്കൾക്ക് പ്രശ്നം ഉണ്ടാക്കാം, അതല്ല ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. കേരളത്തിൽ ഒരു ഭരണമാറ്റമാണ്.
ആ ഭരണമാറ്റത്തിലൂടെ UDF അധികാരത്തിൽ വരണം എന്ന ഒരു പൊതു മാനദണ്ഡമാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. അതിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്നത്. ഇപ്രാവശ്യം എന്തായാലും LDF ആണ് ഇപ്പൊ നിലവിൽ MLA സ്ഥാനമുള്ളത്. ഇപ്പൊ സീറ്റ് നഷ്ടപ്പെടും എന്നാണ്. ഇല്ലില്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതാണ് ജയിച്ചത്, പിന്നീടാണ് പ്രശാന്ത് വന്നത്. അപ്പൊ ഇപ്രാവശ്യം വീണ്ടും കോൺഗ്രസിന് വട്ടിയൂർക്കാവ് ആ മണികണ്ഠേശ്വര ഏരിയയിലെല്ലാം പാലമൊക്കെ ഉണ്ടാക്കിയ സ്ഥലം, അപ്പൊ വികസനം ഭരണ അതാണ്. ആർക്കൊപ്പമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം? ഇപ്പോ വട്ടിയൂർക്കാവ് മണ്ഡലം ആർക്കൊപ്പമാണ്? മുരളിക്കൊപ്പം. ആണോ? ആ അതെ. എന്തുകൊണ്ട് കോൺഗ്രസ്? കോൺഗ്രസ് മുരളിയുടെ പുസ്തക സീറ്റായിരുന്നു ഇത്. ഇതിനിടയ്ക്ക് കുറച്ച് ദിവസം മാറിയിരുന്നു, വീണ്ടും സീറ്റ് പിടിക്കാൻ വേണ്ടി വന്നത്. അതെ. അപ്പൊ LDF-നൊപ്പമാണ് നിലവിൽ നിൽക്കുന്നത്. കോൺഗ്രസിന് ഇനി അടുത്ത് കോൺഗ്രസിനൊപ്പമാണ് ഇന്നും ഒരു പാർട്ടിയെ പറ്റിയ പോലല്ലോ, മാറി മാറി വരട്ടെ, നല്ല ഭരണത്തിന് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നാൽ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പില് BJP വലിയൊരു മുന്നേറ്റം ഇവിടെ നേടിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു മുന്നേറ്റം BJPക്ക് ഉണ്ടാകുമോ? അത് നമ്മളെ ഈ പാർലമെന്റ് ഇലക്ഷനിൽ കൂട്ടാൻ പറ്റൂല. പറഞ്ഞ മനസ്സിലായി. BJP ജയിച്ചാൽ വാർഡ് മാത്രമാണ്, ഇത് പാർലമെന്റ് അങ്ങനെയല്ല. നിയമസഭ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് അദ്ദേഹം തുടരുമെന്ന് പറയുന്നത്? അദ്ദേഹം തുടരുമെന്ന് പറയുന്നത് അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. മുരളീധരൻ ഇല്ലെന്ന് പറയാൻ കാരണം മുരളീധരൻ ഇവിടെ നിട്ടിട്ട് പോയ ആളാണ്. ഈ വാർഡ് വിട്ടിട്ട് അധികാരത്തിന്റെ പുറകെ ഓടിയ ആളാണ്. അതുകൊണ്ട് മുരളീധരന് വോട്ട് കൊടുക്കൂല, PK പ്രശാന്തിനെ വോട്ട് കൊടുക്കൂല. പ്രശാന്തിന് വോട്ട് കൊടുക്കൂല, അദ്ദേഹം തന്നെ ജയിക്കും. അദ്ദേഹം തന്നെ ജയിക്കും. ഇപ്പൊ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം നേടിയിട്ടുണ്ട്. അത് നമ്മൾ കണക്കിലെടുക്കും. BJP കണക്കിലെടുക്കും, അതിന് കാര്യമില്ല, അതിലൊരു കാര്യമില്ല. ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. എനിക്ക് എല്ലാവരോടും ബഹുമാനമുണ്ട്. എനിക്ക് തോന്നും അപ്പോഴേ ആ വോട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യും. വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ? ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഭരണം മാറ്റം വേണം, എല്ലാവരും ഭരിക്കണം, ഒരാൾ മാത്രം ഭരിച്ചാൽ പോരല്ലോ. എല്ലാവർക്കും ഭരണം വേണം. ഭരണം എന്ന് പറയുമ്പോൾ എല്ലാവരും അനുഭവിച്ചറിയേണ്ടതാണ്. ഭരണം കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമുള്ളതല്ല, കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഭരണം ഭരിക്കേണ്ട വ്യക്തികൾ അനുഭവിച്ചറിയേണ്ടതാണ് ഭരണം. എങ്കിലേ അവർക്ക് അതിന് അഭിപ്രായം പറയും. അതായത് നമ്മൾ സാധനം ഉപയോഗിച്ചിട്ട് അത് കൊള്ളാം, ഉപ്പുണ്ട്, മധുരം കൂടുതലാണ്, കയ്പാണ്, പുളിപ്പാണെന്ന് പറയും പോലെ എല്ലാവരും ഭരിക്കണം, എല്ലാവരും ഭരണരംഗത്ത് വരണം. കളിപ്പാങ്കുള വാർഡ്. ഓക്കെ. അപ്പൊ ആ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ആ സ്ഥലത്ത് വികസനമൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്, വോട്ടർമാരെ കാണുന്നത്. ശരി തന്നെ. പാവപ്പെട്ടവരെ നോക്കിയാൽ മതി. പാവങ്ങള് വേല ചെയ്ത് ജീവിക്കണവരെയൊക്കെ സംരക്ഷണം തന്ന് നോക്കിയാൽ മതി. അതിപ്പോ ഏത് പാർട്ടി ആയാലും നമുക്ക് നന്മ ചെയ്യണവര് നല്ലവരായിരിക്കും. ജയിക്കും. 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 എന്തുകൊണ്ട് മുരളീധരൻ ജയിക്കണം? നല്ല പ്രവൃത്തിയുണ്ട്, നല്ല പ്രവൃത്തി തന്നെ ചെയ്യുന്നത്. PK പ്രശാന്ത് നിലവിൽ MLA ആണ്. എങ്ങനെയുണ്ട് ഭരണമൊക്കെ? എങ്ങനെയുണ്ട്? ഭരണം നല്ല ഭരണം. പക്ഷെ മുരളീധരൻ ജയിക്കണം. ജയിക്കണം. ആര് ജയിക്കണം? ഇവിടെ പ്രശാന്തേ ജയിക്കുള്ളൂ. ഇത്രയും വികസനങ്ങളും കാര്യങ്ങളും എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഇവിടെ വികസന പൈസ എന്ന് പറയായിരുന്നു. ഇതുവരെ ഒരു MLA-മാരും വന്നിട്ട് ഇതൊന്നും സാധ്യമായില്ല. ഇപ്പം പ്രശാന്ത് വന്ന് ആദ്യം ഇരുന്ന് റീഇലക്ഷനിൽ 1 വർഷമായിരുന്നു, ഇപ്പം 5 വർഷം ഈ വികസനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ സാധാരണക്കാരുടെ പെൻഷൻ, അത് ഏറ്റവും വലിയൊരു ആവശ്യമായ ഒരു കാര്യമാണ്. ഇതൊക്കെ ചെയ്തതിൻ്റെ പേരിൽ LDF ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വരും 100%. വേറെ വട്ടിയൂർക്കാവിലെ ഒരു മാറ്റം ആവശ്യമാണ്. മുരളീധരൻ ജയിക്കണമെന്ന് നല്ലതെന്നാണ് എൻ്റെ ഉദ്ദേശം. കാര്യം വെച്ചാൽ നമ്മളുടെ ഇവിടെ വട്ടിയൂർക്കാവ് ജമാഅത്തിന്റെ കീഴിലുള്ള പള്ളി സ്ഥലം നേരത്തെ മുരളീധരൻ ഇരുന്നപ്പോൾ ഉള്ള ഈ അലൈൻമെന്റിനെ മാറ്റി ഇപ്പുറത്ത് 3 സെന്റ് എടുക്കാനുള്ളതിന് 10.5 സെന്റ് എടുക്കാനുള്ള ഒരു സംവിധാനം വന്നു. അപ്പൊ അത് മാറാൻ വേണ്ടി നമ്മൾ പല പ്രാവശ്യവും MLA കണ്ടിട്ടും MLA അതിനു വേണ്ടി ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുന്നുണ്ട്. MLA കാണുമ്പോൾ പറയും, മുഖ്യമന്ത്രി കാണുമ്പോൾ പറയും MLA കാണാൻ പറ്റും. MLA-യുടെ ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് MLA അതിന് അനുകൂലമായിട്ട് നിൽക്കുന്നത്. മനസ്സിലായല്ലോ? കൗൺസിലറോടെല്ലാം പറഞ്ഞു, പക്ഷേ ഇത് അലൈൻമെന്റ് മാറ്റി. മനസ്സിലായി.
അപ്പൊ അതുകൊണ്ട് നല്ലൊരു രീതിയിൽ ഒരു രണ്ട് പ്രാവശ്യം ഇരിക്കുകയല്ല ഒരു മാറ്റം വരണമെന്ന നമ്മളുടെ ആഗ്രഹം. മാറ്റം ആഗ്രഹിക്കുന്നു. ആര് നേടും വട്ടിയൂർക്കാവ് മണ്ഡലം? വട്ടർക്കോണ്ടിൽ ജയിക്കുന്നത് LDF സ്ഥാനാർത്ഥി പ്രശാന്താണ് ജയിക്കുന്നത്. വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കേട്ട് ഭൂരിപക്ഷം കൂടാനേ ചാൻസ് ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ആൾക്കും ഈ പറയുന്ന പോലെ വികസനത്തിൽ ഒരാളുടെ കണ്ണീര് പോലും വീഴാതെ എല്ലാവർക്കും തക്കതമായ അതിനുള്ള നഷ്ടപരിഹാരങ്ങളും കൊടുത്തു. അങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ പ്രശാന്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് വട്ടർക്കാവ് വികസനം. വട്ടർക്കാവ് വികസനവും അതിന് സംബന്ധിച്ച് ജംഗ്ഷൻ വികസനവും അതുപോലെ തന്നെ മേൽപ്പാലങ്ങളും അതുപോലെ മണ്ണാമല മണ്ഡ്രകോണ റോഡൊക്കെ. അപ്പൊ ഇത്രയും നല്ല വികസനം വേറെ ഒരു ഇതിനു മുമ്പ് ഇരുന്ന മുരളീധര MLA ഇരുന്നിട്ട് അവിടെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇവിടെ തിരിഞ്ഞു നോക്കാതെ പല സ്ഥലങ്ങളിലും പോയി മത്സരിച്ച് അവിടെ എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി നോക്കി നടന്ന വ്യക്തികളാണ് മുരളീധരനൊക്കെ. പക്ഷേ VK പ്രശാന്ത് അങ്ങനെയല്ല. അത് കോർപ്പറേഷനിൽ മേയറായിട്ടിരുന്നു. അതിന്റെ ആ ഒരു പ്രവർത്തനം മനസ്സിലാക്കി തന്നെയാണ് ഇവിടെ നിർത്തിയത്. നമ്മളെ പാർട്ടി CPM ഇടതുപക്ഷം ഇവിടെ നിർത്തിയത്. അതിന്റെ ഇതിൽ സപ്പോർട്ടിൽ ഇവിടെ ജയിക്കുകയും ചെയ്തു. നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. നല്ല ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി 25,000 ഭൂരിപക്ഷം എന്നുള്ള അതിനെ കൂടെ വർദ്ധിക്കാൻ സാധ്യതയുള്ളൂ. ഇനിയിപ്പോൾ കോൺഗ്രസ് എന്നല്ല BJP എത്ര പണിഷ വിട്ടാലും കാര്യം VK പ്രശാന്തിനാണ് 100% ഉറപ്പായിട്ടുള്ളത്. അത് ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു ഇതുകൊണ്ട് എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. ആര് വന്നാലും നമ്മളിവിടെ അല്ല, നമ്മളിവിടെ കലവളമാണ്, നമ്മളിവിടെ അല്ല. എന്നാലും ഒരു ചേഞ്ച് വരട്ടെ, ഒരു മാറ്റം വരട്ടെ. എല്ലാം നല്ലതില്ലേ, കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് പോകണം. അതിനുവേണ്ടിയാണ് നോക്കുന്നത്. കച്ചവടവും ബിസിനസ്സൊക്കെ വളരെ VK പ്രശാന്ത് എന്തുകൊണ്ട്? നല്ല വികസനം നല്ല പ്രവർത്തനങ്ങളെല്ലാം ഇതാണ്. 5 വർഷത്തെ ഭരണം തൃപ്തികരം. മൂന്നാമത് അവരുണ്ടായിരുന്നു. എന്നാലും എന്നെ പോലുള്ള എനിക്ക് വയസ്സ് 60 പെൻഷനുണ്ട്, വീടായി, എല്ലാം ആയിരുന്നു. ഞാൻ എന്ത് പേടിക്കാൻ? അപ്പോ ഭരണമാറ്റം ഒരു ഭരണവിരുദ്ധ വികാരം വേണ്ട, ഇവര് തന്നെ മതി. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നുമില്ല. നമ്മളെ പിണറായി സർക്കാർ തന്നെ ഇനിയും വരണം. പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണം. മുഖ്യമന്ത്രി ആരെന്ന് അറിഞ്ഞില്ല, അത് ആരായിരുന്നാലും നമുക്ക് പ്രശ്നം. LDF വരണം. LDF വരും എന്ന് പറഞ്ഞാൽ അടുത്ത VK പ്രശാന്ത് ഇവിടെ മന്ത്രിയാണ്. അമ്മേ, ആര് ജയിക്കണം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ? വോട്ട് ചെയ്യാൻ പോവോ? പിന്നെ അമ്മമ്മക്ക് 90 വയസ്സായിട്ട് വോട്ട് ചെയ്യാൻ പോവാതെ. ആര് ജയിക്കണമെന്നാണ്? ആര് ജയിക്കണമെന്നാണ്? കമ്മ്യൂണിസ്റ്റ് ജയിക്കണം. കമ്മ്യൂണിസ്റ്റിന്റെ VK പ്രശാന്താണ് നിക്കുന്നത്. നിക്കട്ടെ, അതിനത് കുഴപ്പം തരും. 5 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? 5 വർഷമൊക്കെ പെൻഷനൊക്കെ റെഡിയായിട്ട് തരും, എല്ലാം ചെയ്യും. എങ്ങനെയുണ്ട് നമ്മുടെ ഭരണം? വട്ടിയൂർക്കാവ് ഭരണമൊക്കെ എങ്ങനെയുണ്ട്? തുടരണമോ? തുടരണം തന്നെയാണ്. ഞാൻ ഇവിടെ അല്ല, എന്റെ സ്വന്തം സ്ഥലം കോട്ടയം. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഭരണം? മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല. ഭരണമാറ്റം വേണ്ട. ആര് വരണം? ഭരിക്കാൻ ആര് വരണം? ഭരണത്തിൽ ഞാൻ നമ്മളെ കയ്യിലല്ലേ ഇരിക്കണ ഭരിക്കണത്. നമ്മളാണ് വോട്ട് ചെയ്യണത്. നമുക്ക് വോട്ട് ചെയ്യുന്നതിന് നേരമല്ല, അതിനൊക്കെ വേണമെങ്കിൽ. വട്ടിയൂർക്കാവ് ആര് ജയിച്ചാലും അവർക്ക് കൊള്ളാം, എനിക്കൊരു അഭിപ്രായം. നമ്മളാണ് വോട്ട് ചെയ്യുന്നത്, നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. ആര് ചെയ്യും? തെരഞ്ഞെടുത്ത് നമ്മൾ അങ്ങനെ ഒരു മനസ്സിലെ വിശ്വാസം. കാരണം ഇപ്പം രാഷ്ട്രീയം നമുക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഇപ്പൊ വിശ്വാസമില്ല. ആര് ജയിച്ചു പോയാലും നമുക്കൊന്നുമില്ല. അവര് ജയിക്കുന്ന സമയത്തുള്ള ഒരു ഇതേ അവർക്കുള്ളൂ. വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും. ഇപ്പോഴത്തെ ഭരണം എങ്ങനെയുണ്ട്? എങ്ങനെ വിലയിരുത്തും? ഇപ്പോഴത്തെ ഭരണം നമ്മളെ സംബന്ധിച്ച് ഇവിടങ്ങളിൽ നോക്കിയാൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്താണെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ല. ജനങ്ങളെ തീരുമാനിച്ചോളൂ. ആര് ജയിക്കണം വട്ടിയൂർക്കാവ്? ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കും. എന്തായാലും ഞങ്ങൾ വോട്ട് ചെയ്യണ, എന്റെ വോട്ട് എന്ന് പറഞ്ഞാൽ പ്രശാന്തിന്, VK പ്രശാന്ത്. ഞാൻ ആ പാർട്ടിക്കാരനാണ്. അയാൾ ജയിക്കണമെന്നാണ് എന്റെ ഉദ്ദേശം. പിന്നെ ജനങ്ങളെ കയ്യിലല്ലേ വോട്ട്, ആരൊക്കെ വേണോ ജയിക്കാം. വട്ടിയൂർക്കാവിലെ വികസനമൊക്കെ എങ്ങനെയുണ്ട്? വികസനമൊക്കെ അയാൾ വന്ന ശേഷം നല്ല രീതിയിൽ പോകുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മുടെ വട്ടിയൂർക്കാവ് ഭരണം തുടരണം, LDF തുടരണം. പ്രശാന്ത് തന്നെ. അല്ലാതെ അയാളാണ് ഇവിടെ ജയിക്കേണ്ടത്. ജയിച്ചാലേ ഇതിനൊരു വ്യത്യാസം വരുള്ളൂ. ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന BJP സ്ഥാനാർത്ഥി R ശ്രീലേഖയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി K മുരളീധരനാണ്. അപ്പോ സ്ഥാനാർത്ഥി അവരെങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥിത്വം എങ്ങനെയുണ്ട്? കോർപ്പറേഷനിൽ ജയിച്ചതാ. കോർപ്പറേഷനിൽ ജയിച്ചത് ഇപ്പൊ അന്ന് കയറിയല്ലേ ഉള്ളൂ. അല്ല, കോർപ്പറേഷൻ R ശ്രീലേഖയാണ് വീണ്ടും നിൽക്കുന്നത്. അത് ഒരു അങ്കലാപ്പിൽ വെപ്രാളത്തിൽ വന്ന് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അത് ജയിച്ചല്ലോ, ഇവിടെയും ചെയ്യും. കോർപ്പറേഷൻ വേറെ
ഈ തെരഞ്ഞെടുപ്പ് വരും. അപ്പൊ ഇതിൽ കയറി കളിച്ചാൽ നടക്കില്ല. അത് ഒന്നിൽ പ്രശാന്ത് അല്ലെങ്കിൽ മുരളി, ഈ രണ്ടിലാരെങ്കിലും വന്നാലേ അതിനൊരു ഒരു കെട്ടുറപ്പുള്ളൂ. ഇവർക്ക് സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കാനുള്ള ഒരു വായ്സൊന്നും ഇല്ല. വിദ്യാഭ്യാസം ഉണ്ട്, ശരി തന്നെ, പക്ഷെ കോർപ്പറേഷനെ പോലെ അല്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയൊരു മുന്നേറ്റം ഇവിടെ നേടിയിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് പറയാനല്ല, രാഷ്ട്രീയമായിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നത്. പ്രശാന്ത് വികസന പ്രവർത്തനമൊക്കെ അത്രത്തോളം വികസനമൊക്കെ എല്ലാം നല്ല രീതിയിൽ ചെയ്തു. സംസ്ഥാനത്തിൽ മൊത്തത്തിൽ ഒരു LDF സർക്കാർ തുടരുമോ അതോ ഭരണമാറ്റം ഉണ്ടാകുമോ? അങ്ങനെയുള്ള എല്ലാ പെരുമാറ്റങ്ങളും ഇവിടെ മാറ്റങ്ങളെല്ലാം സംഭവിച്ചു. അത് തുടരും. ജയിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഭരണമാറ്റം വേണോ അതോ ഈ ഭരണം തന്നെ തുടരട്ടെ എന്നാണോ? ഭരണം മാറ്റം വരണമെന്നുള്ളത് തീരുമാനിക്കുന്ന ജനങ്ങളാണ്, നമ്മുടെ അല്ല. അതിപ്പോ നമ്മളിപ്പോ അതിന്റെ നമുക്കൊരു വോട്ടുണ്ട്, അത് ആർക്കും ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഇത്. അല്ലാതെ ഭരണമാറ്റത്തിനെ കുറിച്ചുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട് വികസന പ്രവർത്തനമൊക്കെ? എങ്ങനെയുണ്ട് നമ്മള് ഭേദഗതിയില്ലാത്ത പ്രവർത്തനമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വാർഡ് ഇപ്പോഴത്തെ കോർപ്പറേഷൻ്റെ അതിപ്പം ഇവരുടെ ഇതായി, അത് ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കഴിവേട് കൊണ്ട് തന്നെയാണ്. കാരണം വെച്ചാൽ ഇവിടെ ഒന്ന് തിരിഞ്ഞു പോയി വട്ടിയൂർക്കാവ് മാർക്കറ്റ് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലാത്ത ഒരു പാർവതി എന്ന് പറഞ്ഞ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. അതിന്റെ അടിയാണ് ഇപ്പം കിട്ടിയതിന്റെ ശരിക്കുള്ളത് എന്ന് പറയാം. ജനം തീരുമാനിക്കും. എങ്ങനെയുണ്ട് വികസന പ്രവർത്തനമൊക്കെ? MLAക്ക് നല്ല രീതിയിൽ മികച്ച പ്രതികരണമൊക്കെ ഉണ്ട്. MLA ഉണ്ട്. VK പ്രശാന്ത് തന്നെ തുടരണം. അതെ. VK പ്രശാന്ത് തുടരണമോ മുരളീധരൻ വരണമോ എന്താണ്? പ്രശാന്താണ് ഏറ്റവും ഉത്തമം. നല്ല വികസനമാണ്, നല്ല പ്രവർത്തനമാണ്, എല്ലാവർക്കും വലിയ കാര്യമാണ്, എല്ലാവരോടും സ്നേഹം. അപ്പൊ വികസന പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ തന്നെ പോകും. നല്ല രീതിയിൽ പോയി ഒരു കുഴപ്പമില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പുള്ളി. അപ്പൊ പുള്ളി തന്നെ വരട്ടെ. അതെ. എങ്ങനെയുണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലം ആര് കൊണ്ടുപോകും? VK പ്രശാന്ത് തന്നെ കൊണ്ടുപോകും ഇത്തവണ.